യാത്ര ചെയ്യാൻ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമല്ലേ? എനിക്കും ഒത്തിരി ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ. യാത്ര ചെയ്യുക, നല്ല നല്ല ഫുഡ് കഴിക്കുക, ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് എത്തുക, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഈ അടുത്തിടെയായിട്ട് എനിക്ക് പുതിയൊരു പ്രാന്തം കൂടെ കയറിയിട്ടുണ്ട് കേട്ടോ, സോളോ ട്രിപ്പ്. എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ആരുമില്ലാതെ, നമുക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ ഒറ്റയ്ക്ക് കയറി ചെല്ലുക. എന്താണ് നമുക്ക് ഉണ്ടാകുന്ന ഒരുപാട് എക്സ്പീരിയൻസ് എന്നുള്ളത്, ആ ഒരു സംഭവം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരാഗ്രഹം. ആ ഒരു ആഗ്രഹത്തെ ഞാനിങ്ങനെ ഊതി മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണോ നടക്കുക എന്നറിയില്ല, എന്തായാലും നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷ എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ സോളോ ട്രിപ്പിൻ്റെ ഭാഗമായിട്ടൊന്നല്ല, എനിക്ക് ചെറിയൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു വയനാട് വരെ ഒന്ന് പോകാൻ. അപ്പോൾ മക്കൾ സ്കൂളിൽ പോയ ടൈമിനായിരുന്നു എൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളും എല്ലാം. അപ്പോൾ പിള്ളേരൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ സോളോ ട്രിപ്പ്, ഫസ്റ്റ് സോളോ ട്രിപ്പ്. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 2 മണിയുടെ ഒക്കെ അടുത്തായിട്ടുണ്ടാവും. നമ്മൾ നേരെ കോഴിക്കോട് നിന്ന് വയനാട് അങ്ങനെ വെച്ച് പിടിച്ചു. മാനന്തവാടി എത്തുമ്പോഴത്തേക്കും പാതിരാത്രി, ഏകദേശം ഒരു 11 മണി 11:30 ആയിട്ടാണ്. അതെനിക്ക് വലിയ പാതിരാത്രിയാണ്, നല്ല ഇരുട്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു ടൗണൊക്കെ ആ സമയം നല്ല ഉറങ്ങിക്കെടുക്കുക. നമ്മൾ ഈ ഒരു സമയത്ത് നിൽക്കുമ്പോൾ നമുക്ക് ആ ഉണ്ടാകുന്ന കുറച്ച് എക്സ്പീരിയൻസും എനിക്ക് അവിടെ നിന്ന് കിട്ടിയായിരുന്നു. ഇങ്ങനത്തെ ഒക്കെ അനുഭവങ്ങൾ കിട്ടുമ്പോഴാണ് നമ്മുടെ സോളോ ട്രിപ്പിന് നമുക്ക് കുറച്ചും കൂടെ ശക്തി പ്രാപിക്കാൻ പറ്റുള്ളൂ, നമ്മൾ സ്ട്രോങ് എന്നുള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനങ്ങനെ വീട്ടിലെത്തി, അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഞാനും എൻ്റെ ബ്രദറും സിസ്റ്ററും കൂടെ നൈറ്റ് ഡ്രൈവിന് ഇറങ്ങാമെന്ന് പറഞ്ഞു. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ് ഈ ഒരു കാട് വഴി സഞ്ചരിക്കുക എന്നുള്ളത്. അപ്പം ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മുടെ കാട്ടിക്കുളം, നമ്മുടെ തിരുനെല്ലി അമ്പലമൊക്കെ അല്ലേ, അതുവഴി. സാധാരണഗതിയിൽ ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ എപ്പോഴും നമ്മുടെ കണ്ണിൽ ആനയും പിന്നെ അതുപോലെ മയിൽ, മാന്, അങ്ങനെ കുറേ ആൾക്കാരെ കാണാൻ പറ്റൂ കേട്ടോ. രാത്രി മിക്ക സമയത്തും നമ്മൾ അതിൽ കൂടെ പാസ് ചെയ്തിട്ട് ആനേനെ കാണാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ, ആളെ കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് യാത്ര പോകുന്നത്. അപ്പോൾ നമ്മൾ മാനന്തവാടി ടൗണിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ലൈറ്റ് മെലഡി സോങ്ങും വെച്ചിട്ട് ഇതിങ്ങനെ വെച്ച് പിടിക്കുക. ഭയങ്കര സുഖമുള്ളൊരു യാത്ര അല്ലേ രാത്രിയിൽ. ഇതിനേക്കാളും ഇത്തിരിയും കൂടെ വൈബാട്ടോ ബൈക്കിലൊക്കെ പോകുമ്പോൾ. അപ്പോൾ ഇതേ നമ്മുടെ കാട്ടിക്കുളം എന്നുള്ള ആ ഒരു ബോർഡൊക്കെ കണ്ടു. കാട്ടിക്കുളം എത്തിയിട്ടില്ല കേട്ടോ, ഇനിയും ഒരുപാടുണ്ട്. അപ്പം നേരെ വെച്ച് പിടിക്കുകയാണ്. അങ്ങനെ കുറച്ചും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ടൗണൊക്കെ കഴിയും, പിന്നെ ഫുള്ള് കാടായിരിക്കും. പല പല കിളികളുടെ ആ ഒരു സൗണ്ടൊക്കെ കേട്ട് പോകുമ്പോൾ ഒരു സുഖം തന്നെയാട്ടോ ആ ഒരു യാത്രയ്ക്ക് കിട്ടുന്നത്. പോകുന്നതിൻ്റെ ഇടയിലായിട്ട് നമ്മുടെ മാമന്മാരുടെ ഒരു ചെക്കിങ് ഉണ്ടായിരുന്നു. പേരും ഡീറ്റെയിലും വണ്ടിയിൽ എത്ര ആൾക്കാരുണ്ട് എന്നൊക്കെ അറിയാനായിട്ട് അവർ കൈ കാണിച്ചു നിർത്തിയിട്ടാ. ഇവിടുന്ന് അങ്ങോട്ട് പോയവരെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ടോ, എവിടെയെങ്കിലും കളഞ്ഞിട്ട് വരുന്നുണ്ടോയെന്ന് അറിയാനാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ അവരങ്ങനെ ഫോൺ നമ്പറും ഡീറ്റെയിലും എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിതേ അതൊക്കെ കൊടുത്തു. പിന്നെ അവിടുന്ന് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഒരു കാടിൻ്റെ ഒക്കെ ആ ഒരു സംഭവത്തിലേക്ക് കടന്നിട്ടുണ്ട്. നല്ല ഇരുട്ടാണ്, സ്ട്രീറ്റ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല. അവിടുന്ന് വരുന്ന ഓരോ വണ്ടിയുടെ ഡിമ്മും ബ്രൈറ്റൊക്കെ തന്നെയാണ് നമുക്ക് വെളിച്ചമായിട്ടുള്ളോട്ടാ. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തിരുനെല്ലിയിലേക്ക് കടക്കുന്നതിൻ്റെ ഒരു സൈഡ്, ഇപ്പുറത്ത് കഴിഞ്ഞാൽ കാട്ടിക്കുളം, അപ്പുറത്തേക്ക് തിരുനെല്ലി, അങ്ങനെ രണ്ടായിട്ട് പോകുന്ന ഒരു ഭാഗമുണ്ടല്ലോ. അവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ റോഡിൻ്റെ കുറച്ചറ്റത്തായിട്ട് ഒരാന റോഡിനെ വട്ടമിട്ടിട്ട് നിൽക്കുന്നുണ്ട്. ബാക്കിലാണെന്നുണ്ടെങ്കിൽ ഒരു വണ്ടിയുമില്ല, നമുക്ക് പോകാനായിട്ടൊരു ഗ്യാപ്പില്ലാത്ത രീതിക്കാണ് ആളവിടെ നിന്നിട്ടുള്ളത്. വഴി മുടക്കിയിട്ടുള്ള ഒരു നിപ്പ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു നിപ്പ്. ആട്ടാറ് സാധനം തന്നെയായിരുന്നു. വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ആ ഒരു തിരുനെല്ലി ഭാഗത്തേക്ക് പോകുക എന്നുള്ള ആ ഒരു സംഭവം നമ്മൾ അതങ്ങോട്ട് മറന്നു. പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ പിന്നിലെങ്ങാനും വന്ന് ഒരു തട്ട് തട്ടിയാൽ മതി, അതോടുകൂടെ നമ്മൾ തീർന്നു. അപ്പം അതുകൊണ്ട് ഇനി തിരുനെല്ലിയിലേക്ക് വേണ്ട, നമ്മുടെ യാത്ര നേരെ കാട്ടിക്കുളത്തേക്ക് തിരിച്ചു. അപ്പം അങ്ങനെ ആ ഒരു റൂട്ടിലേക്ക് പോവുക. അവിടെ ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു ഇതുണ്ട് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവാ വിചാരിച്ചു കേട്ടോ. ഈ ഒരു ആന ഒരു ഇത്തിരിയും കൂടെ സൈഡൊക്കെ ഒതുക്കി നിൽക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വഴി തന്നെ പോവായിരുന്നു. ആന നമുക്ക് അങ്ങോട്ട് അടുത്ത് തരാത്ത പോലെ ആയിരുന്നു കേട്ടോ. ആന ഭയങ്കര വാശിയിലാണ്. അപ്പം അങ്ങനെ നമ്മൾ നേരെ കാട്ടിക്കുളത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു റൂട്ടും ഭയങ്കര കാടും പ്രശ്നമൊക്കെ തന്നെയാണ്. എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം, എന്തൊക്കെ നമ്മുടെ കണ്ണിൽ പെട്ടാലോ എന്ന് വിചാരിച്ചു. റോഡിൻ്റെ 2 ഭാഗത്തേക്കും നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുക. എവിടെ എന്തിനാ കാണുന്നതെന്ന് അറിയില്ല, ഭയങ്കര ഇരുട്ടാണ്. ഇടയിൽ കൂടെ ഒക്കെ കണ്ടു കഴിഞ്ഞതേ ആന എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ആ ഒരു മൈൻഡിലാണ് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നത് കേട്ടോ.
ഈ ഒരു റൂട്ടിലേക്ക് വിട്ടപ്പോൾ നമുക്കൊരു ആശ്വാസമുണ്ട്. ഇഷ്ടം പോലെ വണ്ടികൾ നമ്മുടെ ഒപ്പം ഉണ്ട് കേട്ടോ. ഇവിടുന്ന് മൈസൂരിലേക്കുള്ള ബസ്സുകളും ടൂറിസ്റ്റ് ബസ്സും അല്ലാത്ത വലിയ വലിയ ലോഡായിട്ട് പോകുന്ന വണ്ടികളും അങ്ങനെ കുറേ വണ്ടികൾ പിന്നിലുണ്ട്. അപ്പോൾ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ ഒരുപാട് ലൈറ്റ് ഉണ്ട്. അപ്പോൾ അത് കാരണം കുറച്ച് നമുക്കൊരു ധൈര്യം കൂടെ ഉണ്ട്. നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെ ആൾക്കാരും കൂടെ ഉണ്ട് എന്നുള്ളൊരു ധൈര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാട്ടും കേട്ട് കാടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റില്ല, കാടിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. കുറേ കിളികളുടെ സൗണ്ടൊക്കെ കേട്ട് നമ്മൾ ദേ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ യാത്ര. നമ്മൾ കാട്ടിക്കുളത്തുനിന്നും പോയിട്ട് നമ്മൾ ഇതേ കർണാടക എത്താനായി. തോൽപ്പട്ടി ആയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് കർണാടക ബോർഡർ ആട്ടോ. അപ്പോൾ കർണാടകയ്ക്ക് കിടക്കുന്നില്ല, അവിടെ നിന്ന് നമ്മൾ റിട്ടേൺ വരാമെന്നാണ് വിചാരിച്ച്. അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടൊരു ചായക്കട ഉണ്ടായിരുന്നു. അവിടെ കയറി നമ്മൾ ചായക്ക് കുടിച്ചു. അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പം അതിനും തൊട്ട് മുന്നായിട്ട് നമുക്ക് ഒരാനയും കൂടെ നമ്മളെ കണ്ണിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അതിനെ പോകുന്ന വഴിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി തിരിച്ചു പോകുമ്പോൾ നമുക്കതിനെ കിട്ടും, കാരണം അതവിടെ സ്ഥിരം വരുന്നതാണ്. ചായക്കടയത്തോർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരിട്ടിട്ടുള്ള അതിൻ്റെ പേര് പൊട്ടെന്നാട്ടോ, പൊട്ടെന്നാണ് അവർ വിളിക്കുന്നതെന്ന്. അതിവിടെ സ്ഥിരം വരുന്ന ആളാണ്, നിങ്ങൾക്ക് പേടിക്കേണ്ട, പോകുമ്പോഴതിനെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പ്രതീക്ഷ നമ്മളെയും കാത്ത് നമ്മുടെ പൊട്ടൻ റോഡിൻ്റെ സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളിത് ഓരോ വണ്ടിക്കാരും സ്ലോ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പൊട്ടൻ ചിലപ്പോൾ ഇങ്ങോട്ടോ അങ്ങോട്ടോ തിരിയും എന്നുള്ളൊരു പേടിക്കാണ്. നമ്മളും അവരുടെ വലിയ വണ്ടിക്കാരുടെ ബാക്കിൽ ഇങ്ങനെ പളുങ്ങി പോവുക. പൊട്ടൻ വന്നാലും ഇവരുടെയാണല്ലോ ആദ്യം കൊട്ടുക, അപ്പം അതുകൊണ്ട് നമ്മൾ അവരുടെ സൈഡും പിടിച്ചങ്ങനെ പോയി. അപ്പോൾ ദേ നമ്മൾ പൊട്ടനെയും കൂടെ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ സമാധാനം. ഒന്നിനെയും കണ്ടില്ല എടുത്തില്ല എന്നുള്ളത് വേണ്ടല്ലോ. അതേ ഇതാണ് നമ്മുടെ പൊട്ടൻ ട്ടാ. അപ്പം അങ്ങനെ പൊട്ടനെയും വീഡിയോ എടുത്ത് നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. ബാക്കി നാളെ. ഇപ്പം ഏകദേശം ഒരു 2:30-2:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സമയം. ഇനി അങ്ങോട്ടേക്ക് യാത്ര വേണ്ടാന്ന് വെച്ചു. ഇനി വീട്ടിൽ പോയിട്ടൊന്ന് കിടന്നുറങ്ങുക. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് അവിടം വരെ പോയതിൻ്റെ ക്ഷീണം എല്ലാം കൂടെ ഉണ്ട്. ചെറുതായിട്ടൊരു തലക്കൊക്കെ ഒരു കിക്ക് വരാൻ തുടങ്ങി. ഇനി ഇതിൻ്റെ ബാക്കി നാളെ നമുക്ക് കാടിനെയൊക്കെ തൊട്ടറിഞ്ഞ് കണ്ടറിഞ്ഞിട്ടൊരു യാത്ര. അപ്പം ആരൊക്കെ കാണാൻ പറ്റും എന്നൊന്നും നമുക്കറിയില്ല. നാളെ നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും ബൈ.